തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി സബ് RTO ഓഫീസിലെ വ്യാജ RC നിർമ്മാണ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSP അലവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം തുടങ്ങിയത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അന്വേഷണ സംഘത്തിലെ വിജേഷിന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തി. ഫയലുകളും മറ്റും പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ആരംഭിച്ച വിവരശേഖരണം 5:30യോടെയാണ് സമാപിച്ചത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ 8 വാഹനങ്ങളും പിടികൂടിയിരുന്നു. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയാൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ, മിനി സിവിൽ സ്റ്റേഷൻ സമീപത്തെ ഓൺലൈൻ ഷോപ്പ് ഉടമയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലന്തോട് താമസക്കാരനുമായ നെയ്യും, പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലൻ്റെ പുരക്കൽ ഫൈജാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരുന്നത്. ഇവർ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റും പോലീസ് പിടിച്ചെടുത്തിരുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തിയിരുന്നു. അതേസമയം കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ക്രൈംബ്രാഞ്ചും തുടരുന്നതെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടിയിൽ കേവലം 7 RCകൾ മാത്രമല്ല വ്യാജമായി നിർമ്മിക്കപ്പെട്ടത്, 100ലേറെ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇവയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.